ഹായ് ആൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് 10-3-2025 കേരള PSCയുടെ പ്രധാനപ്പെട്ട ഡിസിഷൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. നമുക്കറിയാം, ഓരോ PSC ഡിസിഷനും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ജിജ്ഞാസ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. പുതുതായിട്ട് നമ്മളെ ബാധിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ അതിൽ വരുന്നുണ്ടോ എന്ന് നമ്മളിങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസിഷൻസിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മാർച്ച് 10 ചേർന്ന കമ്മീഷൻ യോഗത്തിൽ തീരുമാനമായി വന്നത് ആദ്യത്തേത് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് എന്നുള്ളതാണ്. കാറ്റഗറി നമ്പർ 758/2024 എന്ന നമ്പറിലായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിലേക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും. അടുത്തത് കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്കുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് NCA വേക്കൻസി ആയിരുന്നു. ഈഴവ, തീയ, ബില്ലവ കാറ്റഗറിയിൽ 358/2024 എന്ന കാറ്റഗറി നമ്പറിൽ വിളിച്ച എക്സാമിനേഷന്റെയും ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ അപ്ഡേറ്റ് നിങ്ങളുടെ പ്രൊഫൈലുകളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് PSC പുറത്തുവിട്ട അറിയിപ്പിലുണ്ട്. അടുത്തത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്ന കാറ്റഗറിയാണ്. അതിൽ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൽ വെറ്റിനറി സർജൻ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 68/2024 ബന്ധപ്പെട്ട ചുരുക്കപ്പട്ടിക PSC ഉടൻ പബ്ലിഷ് ചെയ്യുമെന്ന് ഇതിനോടകം അറിയിച്ചിരിക്കുന്നു. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. അടുത്തത് സാധ്യതാ പട്ടികയാണ്. പ്രധാനമായിട്ടും വരാൻ പോകുന്ന സാധ്യതാ പട്ടിക ഏതൊക്കെയാണെന്നാണ്. അതിൽ ആദ്യമായിട്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷണർ, ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 135/2024 ആണ്. അടുത്തത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ്, കാറ്റഗറി നമ്പർ 137/2024 ആയിരുന്നു. അടുത്തത് ആരോഗ്യ വകുപ്പിൽ കാത്ത് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 133/2024. ഈ ഇത്രയും കാറ്റഗറിയിൽ ചുരുക്കപ്പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കും എന്നാണ് PSC പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പ്രധാന തീരുമാനങ്ങളായിരുന്നു അവസാന യോഗ തീരുമാനത്തിൽ PSC കൈക്കൊണ്ടത്. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടു കാണും എന്ന് കരുതുന്നു. ഇനി പറയാനുള്ള PSCയുമായി ബന്ധപ്പെട്ട എല്ലാവിധ ടെക്നിക്കൽ എക്സാമുകളും നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് തന്നെ ടെക്നിക്കൽ എക്സാം മേഖലയിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വളരെയധികം അഭിമാനകരമായ നേട്ടമാണ്. ഓരോ റാങ്ക് ലിസ്റ്റിലും 30% മുതൽ 50% വരെ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താൻ കഴിയുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. നിങ്ങളുടെ വിജയത്തിന് നിങ്ങളോടൊപ്പം എപ്പോഴും ഏണസ്റ്റ് അക്കാഡമി ഉണ്ടാകും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.